ഇന്ന് നടന്ന 10th പ്രിലിംസ് സ്റ്റേജ് 1 പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി കൊൽക്കത്ത. സെക്കൻഡ്, തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി രാമവർമ്മ ശക്തൻ തമ്പുരാൻ. 3, ലോഹങ്ങളുടെ രാജാവ്. ഉത്തരം ഓപ്ഷൻ എ സ്വർണം. 4, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നതെവിടെ? ഉത്തരം ഓപ്ഷൻ എ ബാംഗ്ലൂർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായതാര്? ഉത്തരം ഓപ്ഷൻ ഡി ഇ.പി. രാജഗോപാൽ. 6, കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ജി.വി. രാജ അവാർഡ്. 7, 16ാം കേരള നിയമസഭ തിരഞ്ഞെടുപ്പ് നടന്നതെന്ന്? ഉത്തരം ഓപ്ഷൻ ബി 2026 ഏപ്രിൽ 9. 8, രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. 9, പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ഉത്തരം ഓപ്ഷൻ എ ചട്ടമ്പിസ്വാമികൾ. 10, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഒഡീഷ. 11, മൊളാസിസ് തടം എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി മിസോറം. 12, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത? ഉത്തരം ഓപ്ഷൻ ബി സൻകാണ്ടൻ പാത. 13, ഇന്ത്യയിലെ വാതകോർജ നിലയം? ഉത്തരം ഓപ്ഷൻ എ ലംബ. 14, ഹിമാലയത്തിലെ ലവണജല തടാകം? ഉത്തരം ഓപ്ഷൻ ഡി രാഗാസ്. 15, പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിക്കുന്ന പാത? ഉത്തരം ഓപ്ഷൻ എ ഷാഹി പാത. 16, എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല? ഉത്തരം ഓപ്ഷൻ ബി ഡിഗ്ബോയ്. 17, ജലനദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ഉത്തരം എ ഊളാർ തടാകം. 18, സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി അമാൻ സേതു. 19, പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഹിമാലയം. 20, ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി ധാർവാർ ശിലകൾ. 21, ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമയത്താണ് നേതാവെന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ബർഡോളി സത്യാഗ്രഹം. 22, ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഒന്നാം സ്വാതന്ത്ര്യ സമരം. 23, ഡോക്ടർ കെ എൻ രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ. 24, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ഓപ്ഷൻ ബി അരുണ അസഫ് അലി. 25, ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ ബി വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിന് എതിരായിരുന്നു. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. 26, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ക്യാപ്റ്റൻ ലക്ഷ്മി. 28, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കൽ, രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ. 29, 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. 30, താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തിയാര്? ഉത്തരം ഓപ്ഷൻ ഡി സി രാജഗോപാലാചാരി. 31, ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം ഉറപ്പുവരുത്തുക. അടിമത്തം തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. 32, ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3 and 4. 33, ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ഓപ്ഷൻ ബി മൗലിക കർത്തവ്യങ്ങൾ. 34, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ സി ആലുവ. 35, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി വാഗ്ബടാനന്ദൻ. 36, അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ എ സിറ്റിസൺ ഫോർ ഡെമോക്രസി.
37. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി 3ഉം 4ഉം. 38. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം 4ഉം. 39. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസമേത്? ഉത്തരം ഓപ്ഷൻ സി 1947 ജൂലൈ 22. 40. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വി ഹരിനായർ. 41. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം? ഉത്തരം ഓപ്ഷൻ ബി തെന്മല. 42. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിൽ എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി എറണാകുളം. 43. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ. 44. അഞ്ചുവണ്ണം എന്നാൽ എന്ത്? ഉത്തരം ഓപ്ഷൻ സി വാണിജ്യ സംഘം. 45. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരിൽ ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജെ.സി. ഡാനിയേൽ. 46. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം? ഉത്തരം ഓപ്ഷൻ എ കണിക്കൊന്ന. 47. പ്രാചീന തുറമുഖമായ മുസിരിസ് ഇതിലേത് സ്ഥലമാണ്? ഉത്തരം ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. 48. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം? ഉത്തരം ഓപ്ഷൻ സി പാലക്കാട്. 49. ആസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത്? ഉത്തരം ഓപ്ഷൻ ബി സർവീസസ്. 50. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? ഉത്തരം ഓപ്ഷൻ സി പള്ളിവാസൽ. ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബാക്കി 50 ക്വസ്റ്റ്യൻസുമായി പാർട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്